ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ് ലാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻറ്റ് കാലിബ്രേഷൻ ഓഫ് സിംഗിൾ ഫേസ് എനർജി മീറ്റർ ബൈ ഡയറക്റ്റിംഗ് ലോഡിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം നോക്കാം. ഓട്ടോ ട്രാൻസ്ഫോമർ നേരെ വോൾട്ട്മീറ്ററിൻ്റെ കോമിലേക്കും അമ്മീറ്ററിൻ്റെ കോമിലേക്കും കൊടുക്കുക. ഫേസ് എടുക്കുക, വോൾട്ട്മീറ്ററിൻ്റെ കോമിലേക്കും അമ്മീറ്ററിൻ്റെ കോമിലേക്കും കൊടുക്കുക. ഫേസ് എടുക്കുക, നേരെ വോൾട്ട്മീറ്ററിൻ്റെ കോമിലേക്ക് കൊടുക്കുക. അതിൽ നിന്ന് തന്നെ ഒരു കണക്ഷൻ എടുത്ത് നേരെ അമ്മീറ്ററിൻ്റെ കോമിലേക്ക് കൊടുക്കുക. ഇനി അമ്മീറ്ററിൻ്റെ 10-ൽ നിന്നും വാട്ട് മീറ്ററിൻ്റെ എം എന്ന ടെർമിലേക്കും എമ്മും സിയും ഷോർട്ട് ചെയ്യും. 10 എടുക്കുക, നേരെ വാട്ട് മീറ്ററിൻ്റെ എമ്മിലേക്ക് കൊടുക്കുക. എമ്മും സിയും തമ്മിൽ ഷോർട്ട് ചെയ്യാം. ഇനി കണക്ഷൻസ് നോക്കുക. എൽ എന്ന ടെർമിലിന് നേരെ എടുത്തിട്ട് എനർജി മീറ്ററിൻ്റെ ഇതിലേക്ക് കൊടുക്കുക. എനർജി മീറ്ററിൻ്റെ ഒരു ടെർമിലേക്ക് കൊടുക്കുക. എനർജി മീറ്ററിൽ ശ്രദ്ധിക്കുക, ഇവിടെ ഫേസും ന്യൂട്രാണ് ഇത് രണ്ടും. കാരണം ഇത് ഇൻറ്റേർണലി ഷോർട്ടാണ്. ഇത് ന്യൂട്രൽ, ഫേസ് ഇത് രണ്ടും ന്യൂട്രൽ, പിന്നെ ഫേസ് ഇത് രണ്ടും ഇൻപുട്ടാണ്, ഇത് രണ്ടും ഔട്ട്പുട്ട്. അപ്പോൾ ആദ്യം മീറ്ററിലേക്ക് ഇൻപുട്ട് കൊടുക്കുക, പിന്നെ ഔട്ട്പുട്ട് എടുത്ത് ലോഡിലേക്ക് കൊടുക്കുക. ഇനി ലോഡ് എല്ലിൽ നിന്ന് കണക്ഷൻ എടുക്കുക, നേരെ ഫേസ് എടുത്ത് നേരെ ആദ്യത്തെ ടെർമിലേക്ക് കൊടുക്കുക. ഇനി ന്യൂട്രാണ്. ഇനി ന്യൂട്രൽ എടുക്കുക. ന്യൂട്രൽ എടുത്ത ശേഷം നേരെ വോൾട്ട് മീറ്ററിൻ്റെ 300-ലേക്ക് കൊടുക്കുക. ഇനി അവിടെ നിന്ന് തന്നെ നേരെ വാട്ട് മീറ്ററിൻ്റെ 300-ലേക്കും അതുപോലെ തന്നെ എനർജി മീറ്ററിലേക്കും കൊടുക്കുക. അപ്പോൾ വാട്ട് മീറ്ററിൻ്റെ 300 എന്ന ടെർമിനലിലേക്ക് കൊടുക്കുക. അവിടെ നിന്ന് ഒരു കണക്ഷൻ എടുത്ത് നേരെ എനർജി മീറ്ററിൻ്റെ ഒരു ടെർമിനലിലേക്ക് കൊടുക്കുക. ഇനി ന്യൂട്രൽ അടുത്ത ടെർമിനൽ എടുക്കുക, നേരെ ലോഡിലേക്ക് കൊടുക്കുക, ലാമ്പ് ലോഡിലേക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഫേസ് എടുക്കുക, നേരെ ലാമ്പ് ലോഡിലേക്ക് ഫേസ് കൊടുക്കുക. ഇത്രയാണ് ഇതിൻ്റെ കണക്ഷൻസ്. ഇതാണ് എനർജി മീറ്റർ. എനർജി മീറ്റർ നോക്കുക, അത് ആദ്യം നമുക്ക് ഇവിടെ കറണ്ട് റേറ്റിംഗ് ആണ് കാണിച്ചിരിക്കുന്നത്. 5 to 20 amps ആണ് ഇതിൻ്റെ കറണ്ട് റേറ്റിംഗ്. ഇനി 240 വോൾട്ടേജ് റേറ്റിംഗ് ആണ്. ഇനി ഫ്രീക്വൻസി റേറ്റിംഗ് 50 ഹെർട്സ് ആണ്. ഇനി 750 റെവല്യൂഷൻ പെർ കിലോ വാട്ട് അവർ, അതായത് ഇതിനെ മീറ്റർ കോൺസ്റ്റൻ്റ് എന്നാണ് പറയുക. എനർജി മീറ്റർ നമ്മൾ വെർട്ടിക്കൽ പൊസിഷനിൽ വെച്ചിട്ടാണ് നമ്മൾ റീഡിംഗ് എടുക്കേണ്ടത്. അപ്പോൾ അത് വെർട്ടിക്കൽ പൊസിഷനിലേക്ക് സെറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 2 റീഡിംഗ് ആണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഒന്ന് ആക്ച്വൽ റീഡിങ്ങും പിന്നെ ട്രൂ റീഡിങ്ങും. അപ്പോൾ ട്രൂ റീഡിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് മീറ്റർ റീഡിംഗ് ഇൻറ്റു ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റീഡിംഗ് ആണ് ട്രൂ റീഡിംഗ്. അതുപോലെ തന്നെ ആക്ച്വൽ റീഡിംഗ് കാണാനായിട്ട് N/K, N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് റെവല്യൂഷൻ ഡിവൈഡ് ബൈ K പറഞ്ഞാൽ മീറ്റർ കോൺസ്റ്റൻറ്റ് 3600 × 1000. ഇതാണ് നമുക്ക് ആക്ച്വൽ റീഡിംഗ് കാണാനുള്ള ഫോർമുല. ശ്രദ്ധിക്കുക, ആക്ച്വൽ റീഡിങ്ങും ട്രൂ റീഡിങ്ങും കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പെർസെൻറ്റേജ് ഓഫ് എറർ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ലാമ്പ് ഓൺ ചെയ്തതിന് ശേഷം ഈ അലുമിനിയം ഡിസ്ക് 5 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാനുള്ള സമയം കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് 5 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാനുള്ള സമയം നമ്മൾ ടാബ്ലേറ്റ് ചെയ്യാൻ. ഇനി ഓട്ടോ ട്രാൻസ്ഫോമർ 0 പൊസിഷനിൽ വെച്ച ശേഷം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യാം. ഇനി റേറ്റഡ് വോൾട്ടേജ് ചെയ്യുക. അപ്പോൾ നമ്മൾ 300 കണക്ട് ചെയ്തിരിക്കണേ. അപ്പോൾ 115, 230 നമ്മുടെ റേറ്റഡ് വോൾട്ടേജ്. അപ്പോൾ 115-ലേക്ക് ഓട്ടോ ട്രാൻസ്ഫോമർ വേരി ചെയ്ത് 115-ലേക്ക് എത്തിക്കുക. അപ്പോൾ നോക്കുക, വോൾട്ട്മീറ്റർ 115-ലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അമ്മീറ്റർ 0 പൊസിഷനാണ് കാണിക്കുന്നത്, കാരണം നമ്മൾ ലോഡൊന്നും തന്നെ നമ്മൾ ഓൺ ചെയ്തിട്ടില്ല. വാട്ട് മീറ്ററും 0 തന്നെയാണ്. എനർജി മീറ്ററും ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ലോഡൊന്നും ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മൾ 2 ലാമ്പ് ഓൺ ചെയ്യും. അതിനുശേഷം കറസ്പോണ്ടിങ് വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, വാട്ട് മീറ്റർ റീഡിങ്, അതുപോലെ തന്നെ ഡിസ്ക് 5 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യം 2 ലാമ്പാണ് ഓൺ ചെയ്യുക. ഇനി കറസ്പോണ്ടിങ് വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, വാട്ട് മീറ്റർ റീഡിംഗ് എടുക്കുക. വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, വാട്ട് മീറ്റർ റീഡിംഗ് എടുത്ത ശേഷം ഡിസ്ക് കറങ്ങാനുള്ള 5 റൊട്ടേഷനാണ് നമ്മൾ ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു റെഡ് മാർക്ക് വരും, അവിടെ നിന്നാണ് നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യേണ്ടത്. സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്ത ശേഷം 5 റൊട്ടേഷൻ. അപ്പോൾ ഒരു റൊട്ടേഷനായി ഇതുപോലെ 5 പ്രാവശ്യം കറങ്ങാനുള്ള സമയം, അതാണ് നമ്മൾ എടുക്കുക.
ഇനി നെക്സ്റ്റ് റീഡിങ് അടുത്ത ലാമ്പ് ഓൺ ചെയ്യുക. കറസ്പോണ്ടിങ് വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, വാട്ട് മീറ്റർ, അതുപോലെ തന്നെ എനർജി മീറ്ററിലേക്ക് 5 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാനുള്ള സമയം സ്റ്റോപ്പ് വാച്ചിലെടുക്കുക. ഓരോ ലാമ്പ് ഓൺ ചെയ്യുമ്പോൾ, അതായത് സർക്യൂട്ടിൽ കറണ്ട് ഒഴുകുന്നതിനനുസരിച്ച് ഇതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി നെക്സ്റ്റ് ലാമ്പ് ഓൺ ചെയ്യുക. നെക്സ്റ്റ് ലാമ്പ് ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും ഡിസ്കിൻ്റെ സ്പീഡ് കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതുപോലെ ഓരോ ലാമ്പും ഓൺ ചെയ്ത് കറസ്പോണ്ടിങ് വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, വാട്ട് മീറ്റർ അതിൻ്റെ സമയവും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ഓഫ് ചെയ്യേണ്ട രീതിയാണ്. ഓരോ ലാമ്പും ഓഫ് ചെയ്യുക. അതിനുശേഷം ഓട്ടോ ട്രാൻസ്ഫോമർ 0 പൊസിഷനിലേക്ക് സെറ്റ് ചെയ്യുക. അതിനുശേഷം സ്വിച്ച് ഓഫ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.